അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ പ്രതീക്ഷിച്ച വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പോരിശകൾ നിറഞ്ഞ അള്ളാഹുവിന്റെ റഹ്മത്തുകൾ പെയ്തിറങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി അഥവാ ബറാഅത്തിന്റെ രാത്രി. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനക്ക് പ്രത്യേകം ഇജാബത്ത് നൽകുന്ന രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി. അള്ളാഹുവിന്റെ പ്രത്യേക റഹ്മത്ത് അവന്റെ അടിമകൾക്ക് നൽകുന്ന രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശഫാഅത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹത കൊടുത്തത് ബറാഅത്തിന്റെ രാത്രിയിലാണ്. കോടിക്കണക്കിന് ആളുകൾക്ക് നരകമോചനം അള്ളാഹു നൽകുന്നത് ബറാഅത്തിന്റെ രാത്രിയിലാണ്. ഒരു വർഷത്തെ നമ്മളുടെ സർവ്വ കാര്യങ്ങളും അള്ളാഹു തീരുമാനിക്കുന്നത് ബറാഅത്തിന്റെ രാത്രിയിലാണ്. കോടിക്കണക്കിന് ആളുകൾക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് ബറാഅത്തിന്റെ രാത്രിയിലാണ്. ഒരുപാട് ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുന്നത് ബറാഅത്തിന്റെ രാത്രിയിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ രാത്രി നാം ചെയ്യേണ്ടത് പരിശുദ്ധമായ യാസീൻ സൂറത്ത് ഓതുക എന്നുള്ളതാണ്. ബറാഅത്തിന്റെ രാത്രിയിൽ പഴയ കാലം മുതൽ തന്നെ വലിയ ഉസ്താദുമാരും ആരിഫീങ്ങളും പണ്ഡിതന്മാരും നമ്മളെ പഠിപ്പിച്ചതാണ് 3 യാസീൻ ഓതുക എന്നുള്ളത്. ബറാഅത്തിന്റെ രാത്രിയിൽ 3 യാസീൻ ഓതുമ്പോൾ ഓരോ യാസീൻ ഓതുമ്പോഴും നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും മറ്റുള്ള സഹോദരി സഹോദരന്മാരുടെയും ആയുസ്സിൽ ബറക്കത്ത് ഉണ്ടാകാനാണ്, ആയുസ് വർദ്ധിക്കാൻ വേണ്ടിയാണ് യാസീൻ ഓതുന്നത് എന്ന് നിയ്യത്ത് വെക്കുക. രണ്ടാമത്തെ നിയ്യത്ത് ദഫുൽ ബലാ. രണ്ടാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും നല്ല മരണം ലഭിക്കാനും ഇങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. മൂന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നിയ്യത്ത് വെക്കേണ്ടത് ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവാൻ, ജോലിയിൽ ബറക്കത്തുണ്ടാവാൻ, കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഒരാളെയും ആശ്രയിക്കാതെ അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി എന്ന് നിയ്യത്ത് വെക്കുക. ഇങ്ങനെ യാസീൻ ഓതി ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. മാർക്ക് സങ്കടം ഉണ്ടാകും, ഉസ്താദെ ഞങ്ങൾക്ക് മെൻസസ് ആണ്, ഞങ്ങൾക്ക് ആർത്തവമാണ്, പിന്നെ എങ്ങനെയാണ് യാസീൻ സൂറത്ത് ഓതുക? അങ്ങനെ മെൻസസ് ഉള്ള ആർത്തവമുള്ള സ്ത്രീകൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ അറിയുന്ന സ്വലാത്ത് ചൊല്ലാം. മെൻസസ് ഉള്ള സ്ത്രീകൾക്ക് സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് തടസ്സമില്ല. നിങ്ങൾക്ക് അറിയുന്ന ദിക്റുകൾ ചൊല്ലാം, അതിനും തടസ്സമില്ല. നിങ്ങൾക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം, അതിനും തടസ്സമില്ല. അതോടൊപ്പം തന്നെ മഹാന്മാര് പറയുന്നുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന് 100 പ്രാവശ്യം പറയുക. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്റും 100 പ്രാവശ്യം പറയുക. അതോടൊപ്പം തന്നെ അറിയുന്ന ഒരു സ്വലാത്ത് 100 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. ഏത് സ്വലാത്തും ചൊല്ലാം. ഫാത്തിമിയ സ്വലാത്ത് ചൊല്ലാം, ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാം, അതുപോലെ നൂറുൽ അൻവാർ സ്വലാത്ത് ചൊല്ലാം, നാരിയത്ത് സ്വലാത്ത് ചൊല്ലാം, താജ് സ്വലാത്ത് ചൊല്ലാം. നിങ്ങൾക്കറിയുന്ന ഏത് സ്വലാത്താണോ ആ സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിങ്ങൾ കൈകുലർത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കും. അതോടൊപ്പം തന്നെ കഴിയുന്ന ആളുകളൊക്കെ സൂറത്തു ദുഹാൻ പാരായണം ചെയ്യണം. ഒരു രാത്രിയിൽ ഒരാള് സൂറത്തു ദുഹാൻ പാരായണം ചെയ്താൽ അവനക്ക് വേണ്ടി അള്ളാഹുവിന്റെ മാലാഖമാര് പൊറുക്കലിനെ ചോദിക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച, ഒരുപാട് പോരിശകൾ നിറഞ്ഞ, ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഈ ബറാഅത്തിന്റെ രാത്രിയിൽ നിങ്ങളും സൂറത്തു ദുഹാൻ പാരായണം ചെയ്യണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധമായ ബറാഅത്ത് രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അല്ലാഹു അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, കഷ്ടപ്പാടുകൾ അകറ്റിത്തരട്ടെ, സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.